യൂട്യൂബ് ചാനൽ. ഞാൻ സംഭവം ഒന്ന് കാണിച്ചു തരാം. എന്ന് വെച്ചാൽ ഇതെൻ്റെ ഫസ്റ്റ് ഇയറിൻ്റെ സർട്ടിഫിക്കറ്റാണ്. ഉണ്ടല്ലോ, ഇതെൻ്റെ ഫസ്റ്റ് ഇയറിൻ്റെ സർട്ടിഫിക്കറ്റാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജർമ്മനിലെ മാർക്ക് സിസ്റ്റം. എന്നുവെച്ചാൽ മാർക്ക് സിസ്റ്റം, ഇവിടുത്തെ മാർക്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ നോട്ടൻ എന്നാണ് പറയുന്നത്. ഇവിടെ നിന്ന് വെച്ചാൽ 1, 2, 3, 4, 5, 6 ഇങ്ങനെയാണ് മാർക്ക് പോകുന്നത് ഇവിടുത്തെ മാർക്ക് സിസ്റ്റം. നമ്മുടെ ഈ 1 എന്ന് പറയുന്നത് 1 നാട്ടോ. നമ്മുടെ നാട്ടിൽ 1 കിട്ടുന്ന തോറ്റെന്നാണല്ലോ, ബട്ട് ഇവിടെ എന്ന് വെച്ചാൽ 1 കിട്ടുന്നതാണ് ക്ലാസ്സിലെ ടോപ്പ്. ഇപ്പോൾ ഇവിടുത്തെ മാർക്ക് പോകുന്നത് വെച്ചാൽ 1,0 തൊട്ട് 1,4 വരെ സെയർ ഗുഡ് എന്നും വെച്ചാൽ വെരി ഗുഡ് എന്നും, 1,5 തൊട്ട് 2,4 വരെ ഗുഡ് എന്നും, 2,5 തൊട്ട് 3,4 വരെ ബെഫ്രിഡിഗൻറ്റ് എന്നും വെച്ചാൽ സാറ്റിസ്ഫൈ എന്നാണ് കേട്ടോ അർത്ഥം. പിന്നെ 3,5 തൊട്ട് 4,0 വരെ ഔസ്റൈഖൻറ്റ് ആണ് വെച്ചാൽ സഫിഷ്യൻറ്റ്, ജസ്റ്റ് പാസ്. പിന്നെ 4,1 തൊട്ട് 5,0 വരെ നിഷ്ട് ബെസ്റ്റാൻഡൻ ആണ് എന്ന് വെച്ചാൽ തോറ്റെന്നാണ് അർത്ഥം. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ഇയറിൻ്റെ സർട്ടിഫിക്കറ്റാണ്. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇയർ എന്ന് വെച്ചാൽ ഇവിടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇപ്പം നമുക്ക് തിയറി ബ്ലോക്ക് ഉണ്ടാവും, പ്രാക്ടിക്കൽ ബ്ലോക്ക് ഉണ്ടാവും. അപ്പോൾ തിയറി ബ്ലോക്കിൽ കുറേ എക്സാംസ് നടത്തും. പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് മാർക്ക് കിട്ടും. അപ്പോൾ ആ മാർക്കും കൂടെ ആഡ് ചെയ്താണ് നമുക്ക് പ്രാക്ടിക്കലിന് മാർക്ക് കിട്ടുന്നത്. തിയറിക്ക് നമുക്ക് എല്ലാ പ്രാവശ്യം എക്സാംസും ഉണ്ടാകും. അപ്പോൾ ആ എക്സാമുകളെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യാണ് നമുക്ക് ലാസ്റ്റ് മാർക്ക് ഇടുന്നത്. അപ്പോൾ എല്ലാ എക്സാംസും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ എക്സാം എന്ന് പറയുന്നത് ക്ലൗസർ എന്നാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തിയറിക്ക് കിട്ടിയിരിക്കുന്നത് 2,1 പ്രാക്ടിക്കലിന് കിട്ടിയിരിക്കുന്നത് 1,6 ആണ്. അപ്പോൾ എനിക്ക് രണ്ടും ഗുഡാണ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് സെയർ ഗുഡ് തന്നില്ല കൈസ് അവർ. ഇവിടുത്തെ മാർക്ക് സിസ്റ്റം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.